എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കാനഡയിലേക്ക് വരുന്നവരും അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവരും പ്രധാനമായിട്ട് കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ട്രാവൽ ഇൻഷുറൻസ്. നിങ്ങൾ സ്റ്റുഡൻസ് ആയിട്ടോ അല്ലെങ്കിൽ വർക്ക് വിസയിലോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങളുടെ ട്രാവൽ ഇൻഷുറൻസ് എല്ലാ തരം കവറേജസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. യൂഷ്വലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ഡയബറ്റിക്, BP ഇഷ്യൂസ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് റെഗുലറായിട്ട് നിങ്ങൾക്ക് ചെക്കപ്പ് വേണ്ടി വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ഇൻഷുറൻസിൽ ഡിക്ലെയർ ചെയ്യുക. നിങ്ങളത് ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായെങ്കിൽ ഇൻഷുറൻസ് കിട്ടില്ല. ഇൻഷുറൻസ് കമ്പനിയുടെ സൈഡിൽ നോക്കുമ്പോൾ അവർ എത്രത്തോളം നമുക്ക് ആ ഒരു ക്ലെയിം തരാണ്ടിരിക്കാനാണ് നോക്കുക. ചിലപ്പോൾ കുറച്ച് പൈസ ചിലപ്പോൾ കൂടുതലായിരിക്കാം പ്രീമിയം, പക്ഷേ റിസ്ക് എടുക്കാതിരിക്കുക. നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊരു ട്രാവൽ ഇൻഷുറൻസ് എടുത്തിരിക്കുക. അത് ചിലപ്പോൾ ആവശ്യം വന്നേക്കാം, ചിലപ്പോൾ ആവശ്യം വരാതെ ഇരിക്കാം. പക്ഷെ നമ്മളെപ്പോഴും ഒരു വേഴ്സ്റ്റ് കേസ് കൂടെ നോക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ വാട്ട്. സോ ഈ ഒരു കാര്യത്തിൽ ആരും റിസ്ക് എടുക്കാണ്ടിരിക്കുക. ഇന്ത്യ പോലെയല്ല മറ്റുള്ള രാജ്യങ്ങൾ, എക്സ്പെൻസസ് ആർ റിയലി ഹൈ, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ എക്സ്പെൻസസ്. ചെറിയൊരു തുക നിങ്ങൾക്ക് പ്രീമിയമായിട്ട് അടക്കേണ്ടി വന്നാലും നിങ്ങളുടെ വലിയ സമ്പാദ്യങ്ങൾ ഇത് സേവ് ചെയ്യും. ഇനി ഇതിലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.